30 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവേ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടറെ ഗ്യാസ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ രാവിലെ പല്ല് തേക്കുന്ന സമയത്ത് തന്നെ എന്ത് ഈ ബ്രഷ് തട്ടുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരിക, വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിട്ട് വരിക, അതേപോലെ തന്നെ നല്ല ക്ഷീണം, പ്രത്യേകിച്ച് രാവിലെ ബെഡ് നിന്ന് അങ്ങോട്ട് പൊന്തിയില്ല, എന്തെങ്കിലും വീട്ടിലത്തെ വർക്കുകൾ ചെയ്യണമല്ലോ, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം എണീറ്റ് പോവുക. കാരണം അത്രത്തോളം ക്ഷീണം നല്ല രീതിയിൽ സ്ത്രീകളിൽ എന്ത് ചെയ്യും ബാധിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ ഒരു 3 മണി 4 മണി ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും ആളുടെ എനർജിയൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ചാഞ്ഞ് ഉറങ്ങിപ്പോകുന്ന നല്ല ക്ഷീണം പിടിച്ച ഒരു അവസ്ഥ പലപ്പോഴും പല ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. ഇത് പല മെഡിസിൻ കഴിക്കും, പല വിറ്റാമിൻ ടാബ്ലറ്റുകൾ എടുക്കും, പക്ഷേ എന്ത് ചെയ്യില്ല, ഇത് പൂർണ്ണമായിട്ട് മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 30-40 വയസ്സാകുന്ന സമയത്ത് സ്ത്രീകൾ ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷീണം കൂടുതൽ വരാനുള്ള റീസൺ എന്താണ്, അതെങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം. ഈ വിറ്റാമിൻ ഗുളികൾ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല മെഡിസിൻസ് എടുക്കുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറുന്നില്ല. അപ്പോൾ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്തിട്ട് എങ്ങനെ നമുക്കത് എന്ത് ചെയ്യും മുന്നോട്ട് കൊണ്ടുപോകാതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ഈ പറയുന്ന ക്ഷീണം, അതായത് പ്രത്യേകിച്ച് രാവിലെ എന്ത് ചെയ്യില്ല, ബെഡ് നിങ്ങടി എണീറ്റ് വരാൻ തോന്നില്ല എന്നുള്ളതാണ്. നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല കൈകാലുകളിൽ നല്ല വേദന ഉണ്ടായിരിക്കും. നമ്മൾ ഷോൾഡർ പെയിൻ വേദന, അതേപോലെ തന്നെ ഹീൽ പെയിൻ നല്ല വേദന, നമ്മുടെ ഉപ്പുറ്റിയിൽ വേദന നല്ലോണം വരിക, അതേപോലെ ബാക്കിൽ ഊരവേദന നന്നായിട്ട് വരും, ചില നാട്ടിൽ തണ്ടല വേദന എന്നൊക്കെ പറയും, ബാക്ക് പെയിൻ കൂടുതലായിട്ട് വരിക, അതേപോലെ തന്നെ നല്ല വോമിറ്റിംഗ് ടെൻഡൻസി വരിക, ഛർദ്ദിക്കാൻ വരിക, ചില സമയത്ത് നല്ല ക്ഷീണം, തല ചുറ്റുന്ന പോലെയൊക്കെ അവസ്ഥ വരിക. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പല ടെസ്റ്റുകളൊക്കെ ചെയ്യും, പക്ഷേ മിക്കപ്പോഴും നമ്മൾ ഈ പറയുന്നതിൽ മെഡിസിൻ ഒക്കെ കഴിച്ചാൽ മാറുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് വീണ്ടും റിക്കറൻ്റ് ആയിട്ട് വരാനൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. ഞാനിത് പറയും, ഇത് എനിക്കറിയാമല്ലോ, ഇത് ഇങ്ങനെ തന്നെയാണല്ലോ, ഇത് വലിയ സംഭവമൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ മിക്ക ആളുകളും ഇത് അവഗണിക്കുമ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷനിലേക്ക് എത്തും, ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വീക്കായി പോകും, മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ നയിക്കും എന്നുള്ളതാണ്. പലരും ഇതെന്തെയില്ല, മൈൻഡാക്കില്ല, അല്ലെങ്കിൽ ഡോക്ടർ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സംഗതിയാണ്, അല്ലെങ്കിൽ എനിക്കത് പ്രശ്നമില്ല, വെള്ളം കുടിച്ചാൽ മാറുന്ന സംഗതിയാണ്, അങ്ങനെ ഒരു നെഗ്ലക്റ്റിംഗ് ടെൻഡൻസി പലപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് UTI എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അഡിക്കേറ്റഡ് ആയിട്ട് എപ്പോഴും ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൂടെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ UTI ഉള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് നല്ല തലവേദന വരും, നല്ല ഛർദ്ദിക്കാൻ വരും, അതേപോലെ തന്നെ ഇനി പനിയായിട്ട് പ്രത്യേകിച്ച് കൂടുതലുണ്ടാവില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. എക്സ്റ്റേണലി അല്ലെങ്കിൽ പുറമെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചൂടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആളെ കാണുന്ന സമയത്ത് നല്ലൊരു ക്ഷീണം തോന്നും, എവിടെയെങ്കിലൊക്കെ എപ്പോഴും കൂടുതൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കാൻ തോന്നും എന്നൊക്കെ തോന്നും. പക്ഷേ രാത്രി സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഫാൻ കിട്ടണമെങ്കിൽ നല്ല കുളിര് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഫാൻ കിട്ടണമെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും മൂടിപ്പോയിച്ച് കിടക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഫാൻ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യും പെട്ടെന്ന് ഓഫാക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആ ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. എസ്പെഷ്യലി രാത്രി സമയത്ത് ഫീവറുള്ള ആളുകൾക്ക്, ഇൻറ്റേർണൽ ഫീവറുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ UTI ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, രാത്രി സമയത്ത് ഫാൻ കിടന്ന സമയത്ത് നല്ല കുളിര് പോലെ പെട്ടെന്ന് എന്ത് ചെയ്യും തണുക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യും. അതേപോലെ ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്, വായ കഴിക്കുന്ന ഒരു കയ്പ്പ് രസം, ഒരു രുചി കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു പ്രശ്നമുണ്ട്, സംതിങ് ഫിഷി, എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ കുളിര് വരാം, ചില ആളുകൾക്ക് വായിൽ കയ്പ്പ് വരാം, ചില ആളുകൾ നല്ല രീതിയിൽ ബാക്ക് പെയിൻ വരും എന്നുള്ളതാണ്, ഊരവേദന വരിക എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളത് തെറ്റിദ്ധരിച്ചിട്ട് എന്തെങ്കിലും ഡിസ്കിന് പ്രശ്നമായിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമായാലും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി അതല്ല വേറെ എന്തെങ്കിലും വീണത്
പ്രകാരം അല്ലെങ്കിൽ ഇനി ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും എന്നുള്ള രീതിയിൽ അതെന്ത് ചെയ്യും പരിഗണിക്കാതെ മാറ്റിവെക്കുന്ന പല ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ മിക്ക ആളുകൾക്കും ഒരു 60-70% ആളുകൾ വരുമ്പോൾ അവർക്ക് UTI കേസുകളിൽ പൊതുവെ എന്തുണ്ടാകാറുണ്ട്, ഈ പറയുന്ന ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല വെള്ളം കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വേദന മാറും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും. ഇനി മറ്റു ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ശരീരം മുഴുക്കെ വേദന ഉണ്ടായിരിക്കും, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, കൂടുതൽ നടന്നാൽ വേദന, മസിൽ നല്ലോണം രീതി കോച്ചി പിടിക്കുക, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് ഇരുന്ന് എണീക്കുമ്പോൾ പൊന്തി കിട്ടില്ല, കൈകാലുകൾക്ക് വേദന വരിക, കഴുത്ത് വേദന വരിക, കൈക്കൊക്കെ തരിപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകൾ, അങ്ങനെ ബോഡി മുഴുവനായിട്ട് കൈകാലുകൾക്കിടയിൽ എന്ത് ചെയ്യുക, ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരിക, നല്ല ക്ഷീണം അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം, ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു മറ്റൊരു അടയാളമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ സ്ത്രീകളിൽ കൂടുതലായിട്ട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് സ്ത്രീകളിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഇത് പൊതുവായിട്ട് ഇന്ന് കംപ്ലൈൻറ്റുകൾ വരുന്ന സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈജീനിക് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പലപ്പോഴും പല സ്ത്രീകളും ഇന്ന് ഹൈജീനിക് ആകുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഡോക്ടർ ഇത് 21ാം നൂറ്റാണ്ടായല്ലോ, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതാണല്ലോ, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പ്രൈവറ്റ് പാർട്ടുകളിൽ ശരിയായ രീതിയിൽ എന്തെങ്കിലും വാഷ് ചെയ്യില്ല. ഇനി അത് വാഷ് ചെയ്താൽ തന്നെ ശരിയായതിൽ ഡ്രൈനെസ് അല്ലെങ്കിൽ അവിടെ ഉണക്കാതെ ഒരു നനവ് എപ്പോഴും ഫീൽ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു ഭാഗത്ത് വെള്ളം നനവ് ശരിയായ രീതിയിൽ പോകുന്നില്ല. നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വാഷ് ചെയ്ത് വരുന്ന സമയത്ത് നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള ഒരു കണ്ടീഷൻ ആക്കി എടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആ ഒരു നനവും അവിടെ ഉണ്ടാകുന്ന ഒരു ഹീറ്റെല്ലാം കൂടി കഴിഞ്ഞിട്ട് അവിടെ പെട്ടെന്നുള്ള ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഹൈജീനിക് ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ എസ്പെഷ്യലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് UTI ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്, ഒരു ദിവസം എന്ത് ചെയ്യുക, ഒന്നിലധികം 2-3 ഇന്നർ വെയർ എന്ത് ചെയ്യണം, മാറി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വൃത്തിയുള്ള ഇന്നർ വെയർ മാറ്റിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ഇന്നർ രാവിലെ ഇട്ടിട്ട് പിറ്റേ ദിവസം ഇടുന്ന വരെ 24 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, ആ ഒരു കോട്ടണിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഹീറ്റ് അക്യുമുലേഷൻ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് വിയർപ്പൊക്കെ ഉള്ള ആളുകളാണെന്ന് പെട്ടെന്ന് നനവൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഹൈജീനിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ നമ്മൾ കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികളുടെ കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യും, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവരും ഇത് പലപ്പോഴും ഹൈജീനിക്കിൽ വലിയ രീതിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ UTI-നുള്ള സാധ്യത, മൂത്രത്തിൽ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് വലിയൊരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, 30 വയസ്സിന് ശേഷം ഇതിങ്ങനെ കൂടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ആണ്. ഷുഗർ വരുന്നു എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും പ്രയാസം എന്നുള്ളത്. കാരണം നമ്മുടെ ഷുഗർ നമ്മുടെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. അത് നമ്മൾ ടോട്ടൽ ബോഡി മെറ്റബോളിസം പക്ക എന്ത് ചെയ്യും, നല്ല മാറ്റങ്ങൾ വരും. ചിലത് കൂടും, ചിലത് ഡൗൺ ആയി പോയും. അങ്ങനെ ഇമ്മ്യൂണിറ്റി ടോട്ടൽ എന്ത് ചെയ്യും, ആ സമയത്ത് ഡൗൺ ആകുകയും ഇൻഫ്ലമേഷൻസ് അമിതമായിട്ട് ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എന്താണ് ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഒന്ന് മാറി അടുത്ത് മാറി അടുത്തത്, ഇങ്ങനെ റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യും, അസുഖങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാരണമാണ്. രണ്ടാമത്തത്, ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ എന്ത് ചെയ്യും, നമുക്കറിയാം മൂത്രം കൂടുതലായിട്ട് നമ്മൾ ഒഴിക്കും എന്നുള്ളതാണ്. മൂത്രം രാത്രി സമയത്ത് പലപ്പോഴും പല ആളുകൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടും. എന്ത് ഷുഗർ ഉണ്ടെങ്കിൽ മൂത്രം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ പല ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ വിരുന്നിന് പോകുന്ന സമയത്ത്, പുറത്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, വെള്ളം കൂടി നല്ല രീതിയിൽ കട്ട് ചെയ്യും എന്നുള്ളതാണ്. ശരീരത്തിന് വേണ്ട വെള്ളം ശരിയായ രീതിയിൽ കുടിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഈ പറഞ്ഞതുപോലെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നതാണ്. അപ്പോൾ ഷുഗർ കാരണമായിട്ട് 2 രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ ബാധിക്കും. 2, ഷുഗർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിക്ക ആളുകൾ വെള്ളം കൂടി കുറക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ UTI വരും എന്നുള്ളതാണ്.
ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൂത്രം പിടിച്ച് വെക്കുന്ന ടെൻഡൻസി പല ആളുകൾക്കുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു പ്രൊഫഷണൽ വർക്ക് സൈഡിലെ ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സിനും പറയല്ല കേട്ടോ, എന്തെങ്കിലും ഒഫീഷ്യലി നമ്മൾ എന്താ പറയുക കൂടുതലായിട്ട് ഒരു വർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, ഇത് കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ. ഇപ്പോൾ എസ്പെഷ്യലി കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യും മൂത്രിക്കാൻ വിടാത്ത കണ്ടീഷനിൽ ടീച്ചേഴ്സിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കില്ല. ഇനി മൂത്രം ഒഴിക്കാൻ വന്നാൽ തന്നെ എന്ത് ചെയ്യും, മൂത്രം ഒഴിക്കില്ല, പിടിച്ചു വെക്കുന്ന ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ UTI ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. അതുപോലെ അത് ബ്ലാഡറിനെയും നമ്മുടെ കിഡ്നിയെയും അത് സാരമായി ബാധിക്കും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴാണ് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ അത് മൂത്രം ഒഴിച്ച് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ UTIക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണം എന്താണ് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഉള്ള ആളുകൾക്ക്, മൂത്രത്തിൽ കല്ല് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും, മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം മൂത്രത്തിൽ കല്ല് എന്നത് മറ്റൊരു വശം തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊരു അസുഖം തന്നെയാണ്. അപ്പോൾ ഈ മൂത്രത്തിൽ കല്ല് വരുന്ന പ്രശ്നം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്താണ്, വെള്ളം കൂടി കുറഞ്ഞാലാണ് ഈ കല്ലും വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു നമുക്കറിയാം 75% അല്ലെങ്കിൽ ആ നിയറസ്റ്റ് ആയിട്ട് എന്തുണ്ട്, അത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ എമൗണ്ടിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സോൾട്ടുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്റ്റോണുകളായിട്ട് മാറും എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് പറയുന്നത്, അത് യൂറിക് ആസിഡ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അത് പൊതുവേ എല്ലാവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ മൂത്രത്തിലൂടെ റിമൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇനി അഥവാ വെള്ളം കൂടി കുറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് പിന്നെ എന്ത് ചെയ്യും, സംശീകരിച്ചിട്ട് അത് ചെറിയ രൂപത്തിലെ കല്ലുകളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ യൂറിക് ആസിഡ് എന്ത് ചെയ്യും, അത് സ്റ്റോൺ ആയിട്ട് മാറും. അത് വെള്ളത്തിൻ്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, അവിടെ സംശീകരിച്ചിട്ട് ഈ പറയുന്ന സോൾട്ടുകളെല്ലാം സ്റ്റോണുകളായിട്ട് രൂപാന്തരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂത്രത്തിൽ കല്ലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർ പറയും, ബ്ലാഡറിലൊരു സ്റ്റോൺ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ സ്റ്റോണാണ്, ചിലപ്പോൾ അത് മൂത്രമൊഴിച്ചാലൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ കഴിച്ചാലും മതി, ശ്രദ്ധിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അത് അല്ലെങ്കിൽ ഇനി കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, അല്ലെങ്കിൽ യുറീറ്ററിൽ സ്റ്റോൺ ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് പ്രത്യേകം പറയും. പക്ഷേ ഇതെന്ത് ചെയ്യും, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുകയില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒന്ന് കുറയുക, നല്ല പെയിൻഫുള്ളായ കണ്ടീഷൻ വരിക, ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ വരിക, നല്ല രീതിയിൽ എന്ത് ചെയ്യും, ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു ആൻറ്റീരിയർ തൈ ഒരു മുൻഭാഗത്തേക്ക് നല്ല വേദന വരിക, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാകും. കൂടെ ഈ പറഞ്ഞിട്ടുള്ള UTI എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ മൂത്രത്തിൽ കല്ല് വരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷീണമുണ്ട് ഡോക്ടറെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഗ്യാസിന് മെഡിസിൻ കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങളൊക്കെ മറ്റു പല സപ്ലിമെൻറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടായിരിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ലാബിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് UTI അല്ലെങ്കിൽ യൂറിൻ RE എന്ന് പറയും, യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയും, URE എന്നുള്ളത്. അപ്പോൾ മൂത്രം ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ലാബ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മനസ്സിലാക്കാൻ കഴിയും. ചിലതൊക്കെ എന്ത് ചെയ്യും, നല്ല യൂറിനിൽ ആൽബുമിൻ പ്രസൻ്റ് ആയിരിക്കും, നല്ല ക്രോണിക് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ആൽബുമിൻ പ്രസൻറ്റഡ് ആയിരിക്കും, ഒരു ക്ലൗഡി നാച്ചുറൽ ആയിരിക്കും, നല്ല ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളറിൽ നോർമൽ യൂറിൻ്റെ കളറായിരിക്കും, നല്ല ഒരു കഞ്ഞിവെള്ളം പോലെയൊക്കെയുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും, കളർ മാറാറുണ്ട്. അത് എത്രയും സിവിയർ ആയിട്ട് വരുന്ന സമയത്താണ് അങ്ങനെയുള്ള ഒരു അപ്പിയറൻസ് പലപ്പോഴും കാണുക എന്നുള്ളത്. അതുപോലെ ആൽബുമിൻ പ്രസൻ്റ് ആയിരിക്കുക, അതുപോലെ ചില ആളുകൾ ഷുഗറുള്ള ആളുകളിൽ ഷുഗർ പ്രസൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ള പലതും കാണും. ചില ആളുകൾക്ക് കൂടിക്കഴിഞ്ഞാൽ RBC രക്തത്തിൻ്റെ എന്ത് ചെയ്യുക, ചുവന്ന രക്താണുക്കളൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള യൂറിനിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ അതേപോലെ പസൽസുകൾ കൂടുതലായിട്ടിരിക്കും, ചിലപ്പോൾ ബാക്ടീരിയകൾ കൂടുതലായിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ചില ആളുകൾക്ക് ബാക്ടീരിയ ഉണ്ടാകണം എന്നില്ല, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പസൽസ് കൂടുതലായിരിക്കും, RBC ചിലപ്പോൾ പ്രസൻ്റ് ആയിരിക്കും, ആൽബുമിൻ പ്രസൻ്റ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ചിലപ്പോൾ ബാക്ടീരിയ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൾച്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് എടുത്തുകൾ അതിനുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മളത് മെഡിസിൻ കഴിച്ച് മാറ്റുക തന്നെ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തെ ബാധിക്കും. അത് പിന്നീട് സിസ്റ്റൈറ്റിസ് പോലെയുള്ള മറ്റു പല അവയവങ്ങളെയും ഇൻഫെക്ഷൻ
ഇൻഫെക്ഷൻ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ യൂറിൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തണം. എന്നിട്ടൊരു ഡോക്ടർ നിർദ്ദേശത്തിൽ തന്നെ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നല്ലോണം കുടിക്കുക എന്നുള്ളതാണ്. പ്രായം എത്രയായാലും ഒരു ആവറേജ് ഒരു അഡൾട്ടായിട്ടുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യണം, ഒരു 2.5 ലിറ്റർ വെള്ളമൊക്കെ ദിവസം കുടിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാട്ടറി ആയിട്ടുള്ള കുക്കുംബർ പോലെയുള്ള, തണ്ണിമത്തം പോലെയുള്ള, മുന്തിരി പോലെയുള്ള എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ജ്യൂസായിട്ടോ അല്ലാത്ത രൂപത്തിലോ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ ജ്യൂസിലൂടെയോ അല്ലാത്ത രൂപത്തിലോ നല്ല പാനീയങ്ങൾ കുടിക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കോച്ചിപ്പ് വരുന്ന പനിയൊക്കെ വരുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് മല്ലി. നമ്മൾ വീട്ടിൽ കൊത്തമ്പാലി എന്നൊക്കെ പറയും ചില നാടുകൾ, കൊറിയാണ്ടർ എന്ന് പറയും, നമ്മൾ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന ഉരുണ്ടിട്ടുള്ള ആ ഒരു സംഗതി. അതെന്ത് ചെയ്യുക, വെള്ളത്തിലിട്ട് നമ്മൾ ജീരകവെള്ളം ഉണ്ടാക്കുന്ന പോലെ എന്ത് ചെയ്യുക, മല്ലി തിളപ്പിച്ച് ആ വെള്ളം സ്ഥിരമായിട്ട് ഒരു 2 ലിറ്ററൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ദാഹിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ആ വെള്ളം നന്നായിട്ട് കുടിക്കുക. അതേപോലെ ജീരക വെള്ളം നന്നായിട്ട് കുടിക്കുക. അതേപോലെ നന്നാറിയുടെ വെള്ളം എന്ത് ചെയ്യുക, തിളപ്പിച്ചിട്ട് അത് നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളമൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതിൽ നിർബന്ധമായിട്ട് ഇത്രയും വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് വിഷയങ്ങൾ പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് വലിയൊരു ശതമാനം ഈ പറഞ്ഞിട്ടുള്ള വെള്ളം കുടിക്കാത്തത് പ്രകാരമായിട്ടുണ്ടാകുന്ന UTI ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാട്ടർ ഇൻടേക്ക് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും അഡിക്വേറ്റ് ആയിട്ട് എപ്പോഴും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഷുഗർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷുഗറിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം സ്വീകരിച്ചിട്ട് അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന് അൺഹൈജീനിക് ആണ്, അതായത് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ എന്തെങ്കിലും ഇച്ചിങ് വരുന്നുണ്ട്, അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ എസ്പെഷ്യലി ചില ആളുകൾ എന്ത് ചെയ്യും, ബ്ലേഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയി വരും, അവിടെ സ്കിന്ന് ഡാർക്ക് കളറായിട്ട് വരിക. അതേപോലെ ഇവിടെ എന്തെങ്കിലും ഫ്ലൂയിഡ് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ടെന്നെങ്കിലൊക്കെ അതൊക്കെ നിർബന്ധമായിട്ടും അൺഹൈജീനിക് ആയി വരുമ്പോൾ സമയത്താണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഒരു എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ട് അത് കൊണ്ടു നടക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡിലൂടെ നിങ്ങൾ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം സ്വീകരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുക. അല്ലാതെ നിങ്ങൾ ഒരുപാട് കാലം ഗ്യാസിന് മരുന്ന് കുടിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ കാലം വൈറ്റമിൻസിനോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിച്ചത് കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടില്ല. ഇതിൻ്റെ സോഴ്സ് എവിടെയാണോ ഇതിൻ്റെ കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിർബന്ധമായിട്ടും ആ കാരണത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല ഇൻഫെക്ഷനിലേക്കും മറ്റു പല സിസ്റ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ എന്ത് ക്രോണിക് ആകുന്ന കണ്ടീഷനിലേക്ക് അത് നമ്മൾ നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക്